കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ മുനയൊടിച്ച് രാഹുൽ ഗാന്ധി. ബജറ്റ് അവതരണ സമ്മേളന സമയത്താണ് രാഹുലിന്റെ തകർപ്പൻ നീക്കം. മോദി മൂന്നാം ഊഴത്തിൽ പ്രധാനമന്ത്രിയാവുകയും രാഹുൽ പ്രതിപക്ഷ നേതാവായി എതിർചേരിയിൽ നിലയുറപ്പിക്കുകയും ചെയ്തോടെ പാർലമെന്റിനകം പിടിച്ചെടുത്തത് പ്രതിപക്ഷമായിരുന്നു. അദാനി അംബാനി വിഷയം മുതൽ എക്സിറ്റ് പോൾ ക്രമക്കേടുകളിലൂടെ രാജ്യത്തെ തൊഴിലില്ലായ്മയും തുറന്നുകാട്ടി രാഹുൽ ഇതാ വീണ്ടും നീറ്റ് പരീക്ഷാ ക്രമക്കേടിനെ പൊളിച്ചെഴുതുകയാണിപ്പോൾ. ഇവിടെ ഗുരുതരമായ ആരോപണങ്ങളാണ് രാഹുൽ ഉന്നയിച്ചത്. എന്നാൽ വെറും ആരോപണങ്ങൾ എന്നതിനപ്പുറത്ത് സാധാരണക്കാരായ മനുഷ്യർക്കിടയിൽ ഉള്ള ചിന്തകളെ തുറന്നു കാണിക്കുകയായിരുന്നു രാഹുൽ. സാധാരണ നമ്മൾ പറയാറുള്ളത് പോലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഈ രാജ്യത്തെ വിദ്യാഭ്യാസ പരീക്ഷാ സംവിധാനത്തിൽ യാതൊരുവിധ വിശ്വാസ്യതയുമില്ല. പണമുണ്ടെങ്കിൽ ഏത് പരീക്ഷയും പാസ്സാകാം, അതിന് ഏത് കൊമ്പത്തെ പരീക്ഷയാണെങ്കിലും എന്ന് സാധാരണക്കാരന്റെ ഉള്ളിലുള്ളതാണ് രാഹുൽ തന്റെ വാക്കുകളിലൂടെ തുറന്നടിച്ചത്. രാഹുൽ ഗാന്ധിയും വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനും തമ്മിലാണ് ചൂടേറിയ ചർച്ചയും വിവാദങ്ങളിലേക്കും എത്തിയത്. നീറ്റ് വിഷയം ചൂണ്ടിക്കാട്ടി രാഹുലാണ് ചർച്ചയ്ക്ക് തുടക്കമിട്ടത്. നമ്മുടെ പരീക്ഷാ സംവിധാനത്തിൽ ഗുരുതര പ്രശ്നങ്ങളുണ്ടെന്ന് രാജ്യത്തിന് മുഴുവൻ അറിയാം. നീറ്റ് പരീക്ഷയിൽ മാത്രമല്ല, എല്ലാ വലിയ പരീക്ഷകളിലും അങ്ങനെ തന്നെയാണ്. താൻ ഒഴികെ എല്ലാവരെയും കുറ്റപ്പെടുത്തുകയാണ് വിദ്യാഭ്യാസ മന്ത്രി. വിദ്യാഭ്യാസ മന്ത്രി പറയുന്നു ഇതെല്ലാം ഓക്കെയാണ്, ഇതിലൊന്നും ഒരു കുഴപ്പമില്ല എന്ന്. എന്താണ് ഇവിടെ നടക്കുന്നത് എന്നതിനെ കുറിച്ച് അഥവാ അടിസ്ഥാന കാര്യങ്ങൾ പോലും ഈ കേന്ദ്രമന്ത്രിക്ക് അറിയില്ല. പരീക്ഷാ സമ്പ്രദായം അഴിമതി നിറഞ്ഞതാണെന്ന് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ വിശ്വസിക്കുന്നുണ്ട് എന്ന് രാഹുൽ തുറന്നു പറയുകയാണ്. നിങ്ങൾ പണക്കാരനാണെങ്കിൽ, നിങ്ങളുടെ കൈവശം പണമുണ്ടെങ്കിൽ ഇന്ത്യൻ പരീക്ഷാ സംവിധാനത്തെ വിലക്കെടുക്കാമെന്നാണ് ലക്ഷക്കണക്കിന് ജനങ്ങൾ വിശ്വസിക്കുന്നത്. പണമുള്ളവർക്ക് ഏത് പരീക്ഷയും പാസ്സാകാം എന്നതാണ് ഇന്ന് ഈ രാജ്യത്തെ അവസ്ഥയെന്നും രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ നീറ്റ് ചോദ്യപേപ്പർ ചോർന്നതിന് തെളിവില്ല എന്നാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ഇങ്ങനെ കൈ മലർത്തിക്കൊണ്ട് പറയുന്നത്. ഈ ധർമ്മേന്ദ്രൻ പ്രധാൻ മറുപടി പറഞ്ഞതും ഇങ്ങനെ തന്നെയാണ്. ഒന്നും സംഭവിച്ചിട്ടില്ല, ഇവിടെ യാതൊരു തെളിവുമില്ല ഇവിടെ. പക്ഷേ പിടിച്ചുകൂട്ടിയ അറസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകൾ പിന്നെ ആരാണ്? അപ്പോൾ ഇതെല്ലാം വെറുതെ ആയിരുന്നോ എന്ന ചോദ്യം അവിടെ ബാക്കി നിൽക്കുകയാണ്. നീറ്റ് കേസ് സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ് എന്തായാലും ഇപ്പോൾ ഉള്ളത്. സർക്കാരിന് ഒന്നും ഒളിക്കാനില്ലെന്നും വിദ്യാഭ്യാസ മന്ത്രി ഇവിടെ പറയുമ്പോൾ പ്രതിപക്ഷം എത്ര അലറിപ്പറഞ്ഞാലും ഒരു നുണയും സത്യമാവില്ല എന്ന് മന്ത്രി കൂട്ടിച്ചേർക്കുന്നുണ്ട്. മന്ത്രി പറഞ്ഞത് വളരെ കൃത്യമാണ്. എത്ര നുണ പറഞ്ഞാലും അത് സത്യമാവില്ല. അത് തന്നെയാണ് പ്രതിപക്ഷത്തിനും തിരിച്ചു പറയാനുള്ളത്. ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളിൽ നിങ്ങൾ പറഞ്ഞതുണ്ടെങ്കിൽ ഇതേ രാഹുലിനും പറയാനുള്ളൂ. കഴിഞ്ഞ 10 വർഷം മോദി ഭരിച്ചപ്പോൾ ഉള്ള പ്രതിപക്ഷമല്ല ഇന്നുള്ളത് എന്ന കാര്യം മന്ത്രി മറന്നോ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മന്ത്രിയുടെ മറുപടിയിൽ തൃപ്തിയാകാതെ പ്രതിപക്ഷം തീർത്തും പ്രതിഷേധിക്കുകയാണ്. സംയുക്ത പാർലമെന്ററി സമിതി വിഷയം അന്വേഷിക്കണമെന്നും ഇതേ പ്രതിപക്ഷം ഇപ്പോൾ ആവശ്യപ്പെടുന്നുണ്ട്.